ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇപ്പോൾ അത്യാവശ്യത്തിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അഥവാ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഈ ഫേസിലെയും ഇത് മാത്രമല്ലാതെ തുടർന്നുള്ള ഫേസുകളിലെയും മെയിൻ വില്ലനായിട്ട് അവർ കൊണ്ടുവന്നിരുന്ന ജോണത്തൻ മേസ് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ഏകദേശം പുള്ളിക്കാരൻ 1 വർഷത്തോളം ജയിലിലാകുന്ന എല്ലാ വകുപ്പുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ അപ്പീൽ നൽകുമെന്നൊക്കെ റീസെൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും എത്രമാത്രം ഇതിൽ അദ്ദേഹത്തിന് യോജിച്ച ഒരു നീതി ലഭിക്കുമെന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും ഇപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും ആ വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇനി ആരായിരിക്കും അടുത്ത വില്ലൻ, അല്ലെങ്കിൽ ആരായിരിക്കും ജോണത്തൻ മേസിന് പകരമായിട്ട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി തന്നെയാണ്. സോ എന്തൊക്കെയായാലും നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് ഈ ഒരു പ്രശ്നം ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് ഇറക്കാൻ പറ്റും. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അത് കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവരുടെ ലോക്കി സീസൺ 2 പുറത്തിറക്കിയിട്ടുള്ളത് എന്നത് 100% വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ മൾട്ടിവേഴ്സിൻ്റെയും അതേപോലെ TVA-യുടെയും രാജാവ്, അല്ലെങ്കിൽ അവരുടെ എല്ലാം സർവം എന്ന് പറയുന്നത് മറ്റാരും തന്നെയല്ല, ലോക്കിയാണ്. സോ അതോടെ തന്നെ ലോക്കിയാണ് ഇപ്പോൾ മൾട്ടിവേഴ്സിലെ രാജാവ്. പുള്ളിയാണ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നതും ലോക്കി തന്നെയാണ്. തീർച്ചയായിട്ടും മാർവൽ ഇത്തരത്തിലുള്ളൊരു പ്ലാൻ കൊണ്ടുവന്നതിന് പിന്നിൽ ജോണത്തൻ മേസിൻ്റെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു തർക്കവുമില്ല. കാരണം അതിൽ തന്നെ അവർ ഏകദേശം 2 കാര്യങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒന്ന്, ലോക്കിയെ മൾട്ടിവേഴ്സിൻ്റെയും TVA-യുടെയും രാജാവാക്കി മാറ്റി, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഫുൾ കൺട്രോൾ പുള്ളിയുടെ കയ്യിലാക്കി മാറ്റി. മറ്റൊരു സമയം അവർ ചെയ്യുന്നത് ഇപ്പോൾ TVA-യുടെ മെയിൻ പണി എന്ന് പറയുന്നത് എന്താണ്, കാങ് ദ കോൺക്വറേഴ്സിൻ്റെ വേരിയൻസിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവരെ പിന്തുടർന്നു പോവുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇവിടെ അവർക്കായിട്ടുള്ള ഒരു ചെറിയ ട്രിക്ക്, അല്ലെങ്കിൽ അവർക്കായിട്ടുള്ള ചെറിയ ഒരു ലൂപ്പ് ഇട്ട് വെച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയിരിക്കുന്നത്. സോ അതോടെ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് വേണമെങ്കിൽ മാർവലിൽ 2 രീതിയിൽ ചിന്തിക്കാൻ സാധിക്കും. ഒന്ന്, കാങ്ങിന് വേണമോ വേണ്ടയോ എന്നുള്ളത് ഈ ഒരു പോയിന്റിൽ നിന്നും വേണമെങ്കിൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതായത് ഇനി കാങ്ങുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ കാങ്ങിനെ റീകാസ്റ്റ് ചെയ്യുകയാണ്, മറ്റൊരു നടനെ ജോണത്തൻ മേസിനെ വരെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു കാര്യം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതായത് കാങ് എപ്പോഴും അൺകൺട്രോളായിട്ട് തന്നെ മുന്നേറുന്നു. അഥവാ TVA-ക്ക് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ കാങ് മുന്നേറുക തന്നെയാണ്. ഇതല്ലാതെ മറ്റൊരു കാര്യം അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് TVA കാങ്ങിനെ കൺട്രോൾ ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ കാങ് എന്ന ഒരു വില്ലൻ്റെ റോൾ തന്നെ അവിടെ ഇല്ലാതായി മാറും. ഇത്തരത്തിൽ മാർവലിന് അവിടെ ചിന്തിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഏകദേശം 3 പോസിബിലിറ്റി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ ഉള്ളത്. ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ TVA കാങ്ങിനെ പൂട്ടുന്നു. സോ അതോടെ തന്നെ കാങ് എന്ന വേരിയൻ്റ് ഇല്ല, അതിന് പകരം മറിച്ച് മറ്റൊരു വില്ലൻ വരും. ഇതല്ലാതെ മറ്റൊന്നുള്ളത് കാങ്ങിനെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. അഥവാ കാങ് ഇപ്പോഴും പഴയതുപോലെ തന്നെ ശക്തനായിട്ട് തുടരുന്നു. ഈ അവസരത്തിലാണ് എങ്കിൽ മാർവൽ ചെയ്യാൻ പോകുന്നത് കാങ്ങിനെ റീകാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ അത് 100% കൺഫേം ആയിട്ടുള്ള കാര്യം. സോ അതോടെ തന്നെ ഏകദേശം 2 പോസിബിലിറ്റി തന്നെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അവരുടെ മുന്നിലുള്ളത്. ശേഷം മൂന്നാമതായിട്ടും മറ്റൊരു പോസിബിലിറ്റി ഉള്ളതെന്ന് പറയുന്നത് ഇതൊന്നുമല്ലാതെ മറ്റൊരു വില്ലൻ കൂടി ഈ ഒരു ഏരിയയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അഥവാ കാങ്ങിനെ സൈഡാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ കാങ്ങിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിക്കൊണ്ട് മറ്റൊരു വില്ലൻ ഈ ഒരു ഏരിയ, അല്ലെങ്കിൽ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് കയറി വരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണ് എങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല വില്ലൻ എന്ന് പറയുന്നത് മറ്റാരും തന്നെയല്ല, നമ്മുടെ ഡോക്ടർ ഡൂം തന്നെയാണ്. അഥവാ മാർവലിനെ എക്കാലത്തെ മികച്ച വില്ലനാക്കി കൊണ്ടുവരാൻ സാധിക്കുന്ന ഡോക്ടർ ഡൂം. തീർച്ചയായിട്ടും അതിശയമാണ് എന്തുകൊണ്ടാണ് മാർവൽ ഇതുവരെയും ഡോക്ടർ ഡൂമിനെ കൊണ്ടുവരാത്തത് എന്നുള്ളതിനെ പറ്റി. തീർച്ചയായിട്ടും മാർവൽ ഇനി അടുത്തൊരു ഫേസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിലെ പ്രധാനപ്പെട്ട വില്ലനായിട്ട് വരേണ്ടിയിരുന്ന കഥാപാത്രം തന്നെയാണ് ഡോക്ടർ ഡൂം. ഇത് മാത്രമല്ലാതെ മാർവലിലെ ഈ ഒരു ഫേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയായിട്ടുള്ള സീക്രട്ട് വാഴ്സ് വീണ്ടും കോമിക്സിൽ മുഴുവനായിട്ടും കൺട്രോൾ ചെയ്തത് മറ്റാരും തന്നെയല്ല, ഡോക്ടർ ഡൂം തന്നെയാണ്. സോ അതോടെ തന്നെ ഡോക്ടർ ഡൂമിനെ മാർവലിൽ കൊണ്ടുവരാൻ പറ്റിയ മറ്റൊരു നല്ലൊരു അവസരം തന്നെയാണ് ഇത്. അഥവാ കാങ്ങിനെ TVA പൂട്ടുന്നു. സോ അതോടെ തന്നെ ആ അവസരം മുതലാക്കി ഡോക്ടർ ഡൂം കയറി വരുന്നു. അല്ലെങ്കിൽ കാങ് അപ്പോഴും നിലവിലുണ്ട്, എന്നാൽ പോലും TVA ഉള്ളതോടെ തന്നെ പഴയതുപോലെ കാങ്ങിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ആ അവസരത്തിൽ ഡോക്ടർ ഡൂമും കാങ്ങിനോടൊപ്പം ചേരുന്നു. സോ ഇത്തരത്തിൽ പല പോസിബിലിറ്റികൾ മാർവലിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. എന്നാൽ പോലും ഒരു കാര്യം നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്നത് ഡോക്ടർ ഡൂം വരികയോ അല്ലെങ്കിൽ കാങ്ങിനെ റീകാസ്റ്റ് ചെയ്യുകയോ ചെയ്യും. പ്രധാനമായിട്ടും ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും തീർച്ചയായിട്ടും നടക്കാൻ പോകുന്ന കാര്യം. ഇപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഇത് മാത്രമല്ലാതെ മാർവലിൻ്റെ അടുത്ത സിനിമയായിട്ടുള്ള ഡെഡ്പൂളിൽ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അവർ നൽകും എന്നുള്ളതിനെ പറ്റി നമുക്ക് ഏകദേശം വ്യക്തമായിട്ടുള്ള ധാരണ ലഭിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ ഇതിൻ്റെ ട്രെയിലർ ഉടനെ തന്നെ പുറത്തിറങ്ങും എന്നുള്ള കാര്യവും നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്നു. അതായത് മാർവലിൻ്റെ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് തന്നെയാണ് ഡെഡ്പൂൾ 3.
ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഒറ്റ വർഷത്തിൽ ഈ ഒരു പ്രോജക്റ്റ് മാത്രമേ മാർവലിനുള്ളൂ. സോ അതോടെ തന്നെ ഇപ്പോൾ മാർവലിലെ പല പ്രോജക്റ്റുകളും ക്യാനൺ ആവുന്ന ഈ അവസരത്തിൽ ഡെഡ്പൂൾ 3 തീർച്ചയായിട്ടും എത്രമാത്രം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എഫക്റ്റ് ആകാൻ പോകുന്നു എന്നതിനെ പറ്റിയെല്ലാം നമ്മൾ തീർച്ചയായിട്ടും കണ്ടു തന്നെ അറിയണം. ഇത് മാത്രമല്ലാതെ ഇതിന് പിന്നിലും ലോക്കിയാണ് എന്നുള്ളതിനെ പറ്റി ഒരു തർക്കവുമില്ല. അഥവാ നമ്മൾ എക്കോ സീരീസിലൂടെ കണ്ടു കഴിഞ്ഞു, നമ്മൾ പഴയ കണ്ട ആ ഒരു ഡെയർ ഡബിളിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലാണ്. ഇതിന് മുൻപ് വരെ അല്ലെങ്കിൽ ലോക്കി സീസൺ 2 മുൻപ് വരെ അത്തരത്തിലാണോ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ലോക്കി സീസൺ 2 ശേഷം ഇവയെല്ലാം ക്യാനൺ ക്യാനനാണ് അല്ലെങ്കിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലാണ് എല്ലാം നടന്നത്. അഥവാ ഇതുവരെ നമ്മൾ മാർവലിൻ്റെ ഏതൊക്കെ കഥാപാത്രങ്ങളെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടോ അവയെല്ലാം തന്നെ ഇനി അങ്ങോട്ട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലാവും. തീർച്ചയായിട്ടും ഗോസ്റ്റ് റൈഡറും ഈ കൂട്ടത്തിൽ വരും എന്നുള്ളതിനെ പറ്റി ഒരു തർക്കവുമില്ല. സോ അതോടെ തന്നെ ലോക്കി സീസൺ 2 മാർവൽ വളരെ വിദഗ്ധമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്ത ഒരു പ്ലാൻ തന്നെയാണ്. അതിൽ അവർ 100% വിജയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടറിയാം എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്നതിനെ പറ്റി തന്നെ. സോ അതോട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. വേറെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തിരിച്ചും പ്ലോട്ട്സ് ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. വീഡിയോ എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ ഒരു അമൽ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.